കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ പ്രഭാത വന്ദനങ്ങളെ അറിയിക്കുന്നു. നമുക്കൊരുമിച്ച് ഇന്ന് ഈ ദിവസം ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ചിന്തകളിലൂടെ കടന്നു പോകുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചു. ഇന്ന് നമ്മൾ നേരത്തെ വായിച്ചതായ ആ വേദഭാഗത്തെ തന്നെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ആത്മീക ചിന്തകളിലേക്ക് കടക്കുകയാണ്. അതിനായി നമുക്ക് ഗലാത്യ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യം വായിക്കാം. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ഇതേ ഒരു വേദഭാഗം തന്നെ ചിന്തിച്ചതാണ്. എന്നാൽ അതിൽ കൂടുതൽ ആശയങ്ങൾ, ദൈവജനത്തിൻ്റെ മർമ്മങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ ആ വേദഭാഗത്ത് തന്നെ തുടരുവാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടതുകൊണ്ട് ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു. ഇത് നമ്മൾ ഓരോരുത്തരും അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും നമ്മൾ ഇത് ഉൾക്കൊണ്ടിട്ടില്ല. അഥവാ ഉൾക്കൊണ്ടാൽ പോലും നമ്മൾ ആ ഒരു ധാരണ അനുസരിച്ചല്ല മുന്നോട്ട് ജീവിക്കുന്നത്. എപ്പോഴും ഈ ആത്മീയമായ സത്യങ്ങളെ മനസ്സിലാക്കി വേണം നമ്മൾ മുന്നോട്ട് പോകുവാൻ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ പരിമിതികൾ, നമ്മുടെ ബലഹീനതകൾ, ഇതൊക്കെ അറിഞ്ഞാണ് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നത്. എന്ന് പറയുന്നത് പോലെ തന്നെ ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥാനത്തെക്കുറിച്ച്, ആത്മീയമായിട്ടുള്ള നമ്മുടെ പൊസിഷൻ എവിടെയാണെന്ന് മനസ്സിലാക്കി ജീവിക്കുന്നതാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിലൂടെ അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് പറയുന്നു, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, അതുപോലെയാണ് നിങ്ങളും ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അവനോടുകൂടെ നാം ക്രൂശിക്കപ്പെട്ടുവെങ്കിൽ, അതായത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്നു. ആ ക്രൂശീകരണത്തിൽ ഞാൻ ഉണ്ടായിരുന്നു. എനിക്ക് വേണ്ടിയാണ് യേശു ക്രൂശിതനായി തീർന്നത്. പക്ഷേ ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ, അതേപോലെ ആ ഒരു ക്രൂശീകരണത്തിൻ്റെ ആ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരണമെങ്കിൽ, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം എൻ്റെ ക്രൂശീകരണം ആയിരുന്നു എന്നുള്ളതായ തിരിച്ചറിവാണ്. ആ തിരിച്ചറിവ് പ്രാപിക്കുമ്പോഴാണ് ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്നുള്ള ആ ഒരു സത്യത്തിലേക്ക് കടന്നു വരുന്നത്. അടുത്തത്, ഈ ക്രൂശിക്കപ്പെട്ട് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ക്രൂശിൽ തറയ്ക്കപ്പെടുന്ന ഏതൊരു വ്യക്തിയും മരിക്കും. ആ മരണത്തിൽ എന്താണ് സംഭവിച്ചത്? എൻ്റെ ജീവൻ പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു. അതായത് പാപത്തിന് വിധേയമായിരുന്ന, പാപപങ്കിലമായിരുന്ന, പാപം ചെയ്യുവാൻ എപ്പോഴും പ്രേരിപ്പിക്കപ്പെടുന്ന, അതേപോലെ തന്നെ പാപപ്രമാണം സംബന്ധിച്ച് ദൈവത്തിന് മുമ്പാകെ എപ്പോഴും പരിപൂർണനായി ശ്രമിച്ചിരുന്ന എൻ്റെ ആ ജീവൻ ക്രൂശിൽ വെച്ച് ഇല്ലാതായി മാറി. പക്ഷെ ഒരു യാഥാർത്ഥ്യം അവിടെയുണ്ട്. കർത്താവ് യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു എന്നുള്ളത് ശരിയാണ്, അവൻ മരിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതിലും ഏറെ ശരിയായിട്ടുള്ള കാര്യമാണ് അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത്. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ആ ക്രൂശീകരണത്തിൽ ഞാനുണ്ടായിരുന്നെങ്കിൽ, എൻ്റെ ആ പഴയ മനുഷ്യൻ അവിടെ മരിച്ചു പോയെങ്കിൽ, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ ഞാനും ഒരു പുതിയ ജീവൻ പ്രാപിച്ച് ഉയർത്തു നിൽക്കുവാൻ ഇടയായിത്തീർന്നു. അതുകൊണ്ടാണ് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണാൻ കഴിയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ക്രിസ്തുവിലാവുക എന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മരണത്തോടും അടക്കത്തോടും പുനരുത്ഥാനത്തോടും ഏകീഭവിക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് കാണാൻ കഴിയുന്നത് റോമർ 6-ലാണ്. നാം ആ വിശ്വാസത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ആ വിശ്വാസത്തെ നമ്മൾ ഉറപ്പിക്കുന്നത് നമ്മുടെ സ്നാനത്തിലൂടെയാണ്. സ്നാനത്തിലൂടെ നമ്മളത് പ്രഖ്യാപിക്കുകയാണ്. അതായത് സ്നാനത്തിലൂടെ നമ്മളത് പ്രഖ്യാപിച്ചു കഴിയുമ്പോഴാണ് ആ പുനരുത്ഥാന ശരീരം, റിസറക്റ്റഡ് ബോഡി നമുക്ക് ലഭിക്കുന്നത്. ആ അതേ കാര്യമാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇനി ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവിൻ്റെ ജീവനാലാണ്. കാരണം ഉയർത്തെഴുന്നേൽക്കുമ്പോൾ എന്താണ് സംഭവിച്ചത്? ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ക്രിസ്തു എന്നിൽ വസിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ് അവൻ വസിക്കുന്നത് എന്നിലാണ്. അതായത് ഇനി എൻ്റെ ജീവൻ എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. അപ്പോൾ ഈ ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മളിൽ കടന്നു വരുന്നു, നമ്മളിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ക്രിസ്തുവിൻ്റെ ജീവൻ എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ സവിശേഷത എന്ന് പറയുന്നത്? ക്രിസ്തുവിൻ്റെ ജീവൻ എന്നിൽ ഉള്ളപ്പോൾ
ഇനി ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. മറ്റൊരു വേദഭാഗത്ത് പറയുന്നുണ്ട്, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ ഇനി താന്താങ്ങൾക്കുള്ളവരല്ല, മറിച്ച് നിങ്ങൾ ക്രിസ്തുവിനുള്ളവരത്രേ. നമുക്കറിയാം, ഒരു പ്രൊഡക്റ്റ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുക, ഈ വാങ്ങുന്നത് വരെയും, അതായത് നമ്മൾ പണം കൊടുത്ത് വാങ്ങുന്നത് വരെയും അത് ആ സ്ഥാപനത്തിൻ്റെ സ്വന്തമാണ്. പക്ഷെ എപ്പോൾ നമ്മൾ പണം കൊടുത്ത് ആ സാധനം വാങ്ങുന്നുവോ ആ സമയം മുതൽ നമ്മൾ തന്നെ പറയുന്നു, ഇതിനി എൻ്റേതാ. ആരാണ് ഇവിടെ വില കൊടുത്തത്? യേശുവാണ് വില കൊടുത്തത്. ആർക്കു വേണ്ടി വില കൊടുത്തു? എനിക്ക് വേണ്ടി വില കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ആ വില കൊടുത്തവൻ്റെ സ്വന്തമാണ് ഞാൻ എന്ന് പറയുന്നത്. ഇന്ന് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം കർത്താവിൻ്റെ സ്വന്തം ആണെങ്കിൽ കർത്താവ് ഇച്ഛിക്കുന്നത് പോലെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. നമ്മളുടെ ഇഷ്ടം പോലല്ല നമ്മൾ ജീവിക്കേണ്ടത്. മുമ്പ് ഞാൻ ഇതിൻ്റെ ഉടമസ്ഥനായിരുന്നു. മുമ്പ് എൻ്റെ ഇഷ്ടങ്ങളാണ് എന്നെ നിയന്ത്രിച്ചിരുന്നത്. മുമ്പ് എൻ്റെ പ്രവൃത്തികളെ കൊണ്ടായിരുന്നു ദൈവത്തിന് മുമ്പാകെ ആ നീതീകരണം പ്രാപിക്കുവാൻ ഞാൻ ശ്രമിച്ചിരുന്നത്. ഇനിയും എൻ്റെ പ്രവൃത്തികൾ അല്ല, മറിച്ച് എനിക്ക് കർത്താവ് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് ഞാൻ നീതീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇനി ഞാൻ എൻ്റേതല്ല. ഈ ഒരു ആശയമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് കേവലം ഒരു സൗഖ്യത്തിന് വേണ്ടിയോ കേവലം ചില അത്ഭുതങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടിയല്ല, മറിച്ച് അതിലേറെയാണ് കർത്താവിലുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉളവാക്കുന്നത്. നമ്മളുടെ ജീവിതത്തെ തന്നെ അത് രൂപാന്തരപ്പെടുത്തും. നമ്മളുടെ വ്യക്തിത്വത്തെ തന്നെ അത് രൂപാന്തരപ്പെടുത്തും. നമ്മൾ ആരാണെന്നുള്ള ആ തിരിച്ചറിവ് നമ്മൾ പ്രാപിക്കും എന്ന് മാത്രമല്ല, നിത്യതയിലേക്ക് നമ്മളെ ഒരുക്കുകയും ചെയ്യും. ഈ ഒരു വചനചിന്ത നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം നാം മനസ്സിലാക്കണം, നമ്മൾ ലോകത്തിൽ മറ്റുള്ളവരെ പോലല്ല, മറിച്ച് കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച്, കർത്താവ് യേശുക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ട്, കർത്താവ് യേശുക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റ് ആ അനുഭവം പ്രാപിച്ചതായ ഓരോ ദൈവമക്കളും മനസ്സിലാക്കണം, ഇനി നമ്മൾ ഓരോരുത്തരും നമ്മൾക്കുള്ളവരല്ല, നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ വകയാണ്. ഇതിൽ സന്തോഷിക്കുന്ന എത്ര പേരുണ്ട്? കേവലം സന്തോഷിക്കുക മാത്രമല്ല, ഈ ഒരു ബോധ്യത്തോടുകൂടെ നമുക്ക് നടക്കാനും കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ധന്യത എന്ന് പറയുന്നത്. ഈ ഒരു ധന്യതയിലേക്ക് കടന്നു വരുവാൻ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരെയും ആഹ്വാനം ചെയ്യുകയാണ്. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക സന്ദേശത്തിനായി സ്തോത്രം. ഞങ്ങൾ ആരും തന്നെ ഞങ്ങൾക്കുള്ളവരല്ല എന്നുള്ള ആ യാഥാർത്ഥ്യം, കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായ ഞങ്ങൾ ഞങ്ങളുടേതല്ല എന്നുള്ളതായ ആ സദ്വർത്തമാനം കേൾക്കുവാൻ തക്കോണം ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾ ഇനി ജീവിക്കുന്നത് ഞങ്ങളുടെ ജീവനാലല്ല, ഞങ്ങൾ ജീവിക്കുന്നത് യേശുവിൻ്റെ ജീവനാലാണ് എന്നുള്ള ആ ഒരു വലിയ സന്ദേശം കേൾക്കുവാൻ തക്കോണം ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. നിത്യതയ്ക്ക് വേണ്ടി ഞങ്ങളെ ഒരുക്കിയതിനായി സ്തോത്രം. സ്വർഗീയ പൗരന്മാരാക്കി ഞങ്ങളെ തീർത്തതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഈ ഒരു വചന ചിന്തയുടെ തുടർമാനമായ ചിന്തകൾ ആണ് നമ്മൾ അടുത്ത ദിവസവും മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും സംശയം ഈ ഭാഗത്തുണ്ടെങ്കിൽ ദയവായി എന്നോട് ചോദിക്കുക. എൻ്റെ ഫോൺ നമ്പർ ഈ സ്ക്രീനിൽ കൊടുക്കുന്നു. പ്രാർത്ഥനാ വിഷയങ്ങളും നിങ്ങൾക്ക് പങ്കിടുവാൻ കഴിയും. കൂടുതലായി ആത്മീയ ശുശ്രൂഷകൾക്കും കൂട്ടായ്മകൾക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനും നിങ്ങൾക്ക് ഈ ഫോൺ നമ്പറുമായി കണക്ട് ചെയ്യാം. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു ആൾ.